കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 4:30 ജിദ്ദയിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാനം ഇറങ്ങിയത്. ഏതാണ്ട് ഒരു 2 മണിക്കൂറോട് കൂടി ഇമിഗ്രേഷൻ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി തീർത്ഥാടകർ മക്കയിലേക്ക് തിരിച്ചു. 7:30 കൂടി തീർത്ഥാടകരെല്ലാം മക്കയിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ ഇതാ മക്കയിലുള്ള അസീസയിലാണ് തീർത്ഥാടകർക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഹറം പള്ളിയിൽ നിന്നും ഏതാണ്ട് 8-9 കിലോമീറ്റർ അകലെയാണ് വളരെ വിപുലമായ സൗകര്യത്തോടു കൂടി അസീസയിൽ താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. തീർത്ഥാടകരെല്ലാം വളരെ സന്തോഷത്തിലാണ്. ഏതാനും ചില തീർത്ഥാടകർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് കരിപ്പൂർ എയർപോർട്ടിലെത്തുന്നത്. അവിടുന്ന് ലഗേജൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ എവിടെയും ഒരു തടസ്സവും വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴും ഇവിടെ നമുക്ക് ശരിക്കൊരു ഹോംലി ഫീലിംഗാണ് തോന്നുന്നത്. വീട്ടിലെത്തിയതുപോലെയാണ്. കാരണം ഒരു സ്ട്രേഞ്ചിനെസ്സും ഇല്ല, ഒന്നും കാണുന്നില്ല. ഒക്കെ നമുക്ക് പരിചയമുള്ള ആളുകളും പരിചയമുള്ള ഒരു സിറ്റുവേഷനായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ഓക്കെയാണ്. എവിടെയും തടസ്സം ഉണ്ടായിട്ടില്ല. സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നു ഇവിടെ എത്തുന്നത് വരെ. അപ് ടു നൗ എവറിത്തിങ് ഈസ് ഓക്കെ. നമ്മൾ ഇതാ മക്കയിൽ അസീസിയയിലെത്തി, ബിൽഡിങ്ങിലെത്തി. KMCCൻ്റെ പ്രവർത്തകരും എല്ലാവരും നമ്മളെ സ്വീകരിച്ച് നല്ലൊരു റാഹത്തായി. അൽഹംദുലില്ലാഹ് എല്ലാവരും നല്ല പ്രവർത്തനങ്ങൾ നടത്തി. അൽഹംദുലില്ലാഹ് കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹാജിമാരായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. കരിപ്പൂര് നമ്മുടെ എയർപോർട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ഹജ്ജ് ഹൗസിലാണെങ്കിലും ഗവൺമെൻറ്റും ഹജ്ജ് കമ്മിറ്റി ഓഫ് കേരളയും എല്ലാവരും വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഞങ്ങൾക്ക് ഒരുക്കിയിരുന്നത്. എല്ലാ നിലക്കും ഞങ്ങൾക്ക് വളരെ റാഹത്താണ്. ഇവിടെ എത്തിയപ്പോഴും നമ്മുടെ KMCCയുടെ പ്രവർത്തകരും വിക്കായുടെ പ്രവർത്തകരൊക്കെ നമുക്ക് വലിയ സ്വീകരണങ്ങളൊക്കെ തന്നു. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. വലിയ സന്തോഷത്തിലാണ്. ഇതുപോലെ തന്നെ ഹജ്ജും ഉംറയും എല്ലാം നല്ല രീതിയിൽ പൂർത്തിയാക്കി, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പൂർത്തിയാക്കി തിരിച്ച് നാട്ടിലെത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ തീർത്ഥാടകർ പറഞ്ഞതുപോലെ അവർക്ക് വളരെ വിപുലമായ ഊഷ്മളമായ വരവേൽപ്പാണ് മക്കയിൽ ലഭിച്ചത്. മലയാളി സന്നദ്ധ പ്രവർത്തകർ പാട്ടുപാടിയും അതോടൊപ്പം തന്നെ സമ്മാനങ്ങളൊക്കെ നൽകിയാണ് തീർത്ഥാടകരെ സ്വീകരിച്ചത്. ഹജ്ജ് കർമ്മങ്ങൾ കഴിഞ്ഞ് മദീനയിൽ നിന്ന് 8 ദിവസത്തെ മദീന സന്ദർശനം പൂർത്തിയാക്കി മദീനയിൽ നിന്നായിരിക്കും ഈ തീർത്ഥാടകരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.